ഗൈസ്, നമ്മൾ ഇന്ന് വേറൊരു മണ്ഡല ചെയ്യണം. നിങ്ങൾ ഇതുവരെയുള്ള മണ്ഡലയൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ഗ്യാപ്പ് തന്നത്. ഇടയിൽ മണ്ഡല ക്ലാസ് ഞാൻ അത് വിട്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നോർമലി കോമ്പസ് എടുക്കുന്നു, ഒരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് അതിൻ്റെ കുറച്ചുകൂടെ, അതായത് മാക്സിമം നമ്മുടെ പേജിന് എത്ര കിട്ടുമോ അത്രയായിട്ട് ഒരു സർക്കിളും കൂടെ വരയ്ക്കുക. ഇങ്ങനെ 2 സർക്കിൾ കണ്ടോ, ഉള്ളിലൊരു സർക്കിളായി പുറത്തൊരു സർക്കിളായി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് മിഡ് പോയിന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് മിഡ് പോയിന്റ് നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓരോ ലെയറായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുതരാം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, സ്കെയിൽ എടുക്കുക, നമ്മൾ ഹൊറിസോണ്ടലിയും വേർട്ടിക്കലി നമുക്ക് മാക്സിമം എവിടെയൊക്കെ കിട്ടാവോ കണ്ടോ, ഇങ്ങനെ നമ്മൾ മിഡ് പോയിന്റിൽ 4 ലൈൻ വരച്ചു. ഇനി ഇതിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. നമ്മളതെങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ പഠിച്ചത്, നമ്മൾ ലാസ്റ്റത്തെ റിങ്ങിൽ പോവുക, എന്നിട്ട് അതിൻ്റെ 3/4, അതായത് മോർ ദാൻ ഹാഫ് മാർക്ക് ചെയ്യുക. ഞാൻ ഇപ്പുറത്തെ ലൈൻ്റെ എടുക്കുന്നുണ്ട്, കാരണം ഞാനിവിടെ മാക്സിമം എടുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ ലൈൻ്റെ എവിടെ വെച്ചിട്ട് വേണമെങ്കിലും മോർ ദാൻ ഹാഫ് എടുക്കുക. നിങ്ങളുടെ ആംഗിളുടെ മോർ ദാൻ ഹാഫ് എടുക്കുക, എന്നിട്ട് അപ്പുറത്ത് അതേപോലെ പൊസിഷൻ എടുക്കുക, എന്നിട്ട് മാർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഇവിടുത്തെ നടുവിലെ പോയിന്റ് കിട്ടി. ഇനി നമ്മൾ ഉള്ളിലത്തെ സർക്കിളിൻ്റെ ആണ് എടുക്കുന്നത്, ഒരു 3/4 മെഷർ എടുത്തിരിക്കുന്നത്. അതെല്ലാവരും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ 4 പോയിന്റിലും വെച്ചിട്ട് ഓരോ ലൈൻ ആർച്ച് വരച്ചു. അപ്പം നമുക്കിനി ഓരോ ഇതിൻ്റെ മിഡിലുള്ള ലൈൻസ് കിട്ടിയിട്ടാണ്. ഇനി അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇത് മിഡിലേക്ക് ജോയിൻ ചെയ്തു, ഇവിടത്തേക്കുമായി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ 8 കോർഡിനേറ്റ്സ് കിട്ടും. കണ്ടോ, അപ്പം 1 2 3 4 5 6 7 8 എണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓൾറൈറ്റ്, ഇനി അതിൻ്റെ മിഡ് എടുക്കാം നമുക്ക്. അപ്പോൾ അതിൻ്റെ മിഡ് എങ്ങനെ എടുക്കുന്നത്, അഗൈൻ നമ്മൾ ഉള്ളിലത്തെ സർക്കിളിൻ്റെ മോർ ദാൻ ഹാഫ് എടുക്കുന്നു, അടുത്ത ആർക്കിനുള്ള ലൈൻസ് കൊടുത്തു. അത് ഫുള്ളായി വരയ്ക്കണമെന്നില്ല, കുറച്ച് വരച്ചാൽ മതിയാവും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ്സ് വരയ്ക്കുക. ഇങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടലി എത്ര ലൈൻസ് വേണേലും കറക്റ്റ് മെഷറിൽ കിട്ടും. അത് നമുക്ക് തെറ്റാണോ, അല്ലെങ്കിൽ ഞാൻ വരച്ച മോർ ദാൻ ഹാഫായി പോയോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് എത്ര ലൈൻസ് മണ്ഡലയുടെ ഇടയിൽ വേണോ, അതായത് കറക്റ്റ് പെറ്റൽസ് ഒക്കെ വരയ്ക്കാൻ എപ്പോഴും ലൈൻസ് ഒക്കെ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായി വരയ്ക്കാൻ പറ്റും. ആ വരയ്ക്കുന്നത് ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഇതുപോലെ ഗ്രിഡ്സ് ഇടുമ്പോഴാണ്. ഈ ഗ്രിഡ് ഇടുന്ന ടെക്നിക്ക് കോമ്പസ് കൊണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇനി വേറെ ഒരു സാധനമുണ്ട്, അത് ഞാൻ പതുക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കോമ്പസ് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ മിഡ് ലൈന് കണ്ടുപിടിക്കുക. ഞാൻ ഇതിങ്ങനെ സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്ത് കൊടുത്തു ഒരെണ്ണം. ഇനി അടുത്തത്, അത് നിങ്ങൾക്ക് അറ്റേ സ്ട്രെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പകുതി വരെ ചെയ്ത് കൊടുക്കാം. കാരണം തെറ്റണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പകുതി വരെ ചെയ്താലും മതി എന്ന് പറയുന്നത്. ഇങ്ങനെ മിഡിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ, നമ്മളെല്ലാവിടെയും ജോയിൻ ചെയ്ത് പോവാണ്. ഇങ്ങനെ വെച്ചു. അതിൻ്റെ ജോയിൻ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ പോയിൻറ്റുമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഇതാണ് മിഡ് പോയിന്റ്. ഈ മിഡ് പോയിന്റ് നമ്മുടെ ഹോൾ സർക്കിളിൻ്റെ സെൻറ്റർ, അതും കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓൾറൈറ്റ്, കണ്ടോ, അപ്പം നമുക്ക് അത്യാവശ്യം നിറയെ ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെന്നുകൊണ്ട് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം എന്നറിയാം. ഇപ്പോൾ ടോട്ടലി എത്ര എണ്ണം ഉണ്ടാവും നമുക്ക്, ഞാൻ ജസ്റ്റ് ഇവിടെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 16 ഗ്രിഡ്സ് ഉണ്ട്. 16 ഓരോരോ ചെറിയ സെഗ്മെൻറ്റ്സ് ആയിട്ട് നമുക്കിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു പാർട്ട് എടുത്തു, ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കുകയാണ് ഞാൻ.
അപ്പം ഞാനതിൻ്റെ ഇവിടെ നിന്നും ഇവിടെ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, ഏതെങ്കിലും ഒരു 2 ലൈന് അതിൻ്റെ ഇടയിലൊരു ലൈന് വരണം. ഇനി ഞാനതിനെ ഇവിടേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുത്തു. അതായത് നമ്മുടെ സെക്കൻഡ് സർക്കിളിൻ്റെ പോയിന്റിലേക്ക് നടുവിലത്തെ ലൈനിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിനെ നേരെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാം. അതായത് ഒരു ലൈന് ഞാൻ ഡാർക്കൻ ചെയ്തു, അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലൈന് വിട്ടിട്ട് അടുത്തതും ഡാർക്കൻ ചെയ്തു. ഇനി അത് സെക്കൻഡ് ലൈന് വരെ, ഉള്ളിലത്തെ സർക്കിൾ വരെയാണ് ലൈൻ ചെയ്തത്. എന്നിട്ട് അതിൻ്റെ പോയിന്റിൽ നിന്ന് നടുവിലത്തെ ലൈന് എവിടെയാണോ ഔട്ടർ സർക്കിളിൽ ടച്ച് ചെയ്യുന്നത് അവിടേക്ക് പോയിന്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തു. ഇനി നെക്സ്റ്റ് ഇവിടെ നിന്ന് ഞാൻ വീണ്ടും പോയിന്റ് സെൻറ്റർ അടുത്തതിൻ്റെ മിഡിലേക്ക് കൊടുത്തിട്ട് വീണ്ടും ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഡാർക്കൻ ചെയ്തു. അടുത്ത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡാർക്കൻ ചെയ്തത് ഒരെണ്ണം വിട്ടിട്ടാണ്. എന്നിട്ട് അതിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ കൊടുത്തു. നെക്സ്റ്റത്തത് ഞാൻ ഡാർക്കൻ ചെയ്യാണ്. ഇത് എളുപ്പമാണ്. 2 എണ്ണം ഉള്ളിലത്തെ സർക്കിളിൽ, നടുവിലത്തെ അതിൻ്റെ മാത്രം ഔട്ടർ സർക്കിളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇങ്ങനത്തെ ഒരു ഹൈലൈറ്റ് ചെയ്ത ഭാഗം കിട്ടി. പോകുന്നത് ബാക്കിയുള്ള ലൈൻസ് എല്ലാം ഞാൻ ഇറേസ് ചെയ്ത് കളയാൻ പോവാണ്. നമുക്ക് ഇത്രയും ഭാഗം മതി. അപ്പോൾ ബാക്കിയുള്ള ഇത്രയും നമ്മൾ വരച്ചത് ഈ ഒരു ഫിഗർ കിട്ടാനാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ചൊരു നമ്മൾ ഹോൾ വരയ്ക്കുന്ന പിക്ചറിന് ഒരു ഇത്തിരി അഗ്ലി ആക്കുന്ന ഒരു ഇതാണ്. അതവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്കതിനൊക്കെ മായ്ച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള പിക്ചർ കിട്ടും. ഞാൻ അതൊന്ന് ഫുള്ളി ഇറേസ് ചെയ്തിട്ട് വരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതെങ്ങനെ ഈ ഒരു ഷേപ്പിലേക്ക് എത്തണ്ടേന്നുള്ളത്. എനിക്ക് ഇത്രയും പെറ്റൽസ് വേണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയധികം ആർച്ചസും ഗ്രിഡ്സും വരച്ചത്. അല്ലെങ്കിൽ നമുക്കൊരു 4 എണ്ണം മതിയെങ്കിൽ വെറും 4 ഗ്രിഡ്സിൻ്റെ ഇടയിൽ ഓരോരോ ലൈൻസും കൂടെ കൊടുത്ത് ഒരു 8 ഗ്രിഡൊക്കെ വരച്ചാൽ മതി. 16 കൊടുക്കുന്നതിൻ്റെ അർത്ഥം നമുക്ക് 8 പെറ്റൽസ് വേണം. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സിമ്പിളായിട്ട് കുറച്ചും കൂടെ ഇതുണ്ട്. അത് വേറൊരു ടൈപ്പ് ഓഫ് സ്കെയിൽ വെച്ചിട്ടാണ്, പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞ സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. ഇപ്പം ഞാൻ എൻ്റെ വേറെ വീട്ടിലാണ് ഉള്ളത്, എൻ്റെ ഫാമിലി ഹൗസിലുള്ളത്. അപ്പോൾ എനിക്ക് പ്രൊട്രാക്ടർ ഇപ്പോൾ കയ്യിലില്ല. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെ ചെയ്യേണ്ടത് പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി ഇതാണ്, നമുക്ക് ഇങ്ങനെയാണ് കോമ്പസ് യൂസ് ചെയ്തിട്ട് ഗ്രിഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരച്ചെടുക്കേണ്ടത്. ഇനി നമ്മളിതിൻ്റെ ഓരോരോ പെറ്റലിൽ ഓരോ കളേഴ്സ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഫസ്റ്റ് ഞാൻ നല്ലൊരു ഡാർക്ക് ഓറഞ്ച് എടുക്കുകയാണ്. ഓറഞ്ച് എടുത്തിട്ട് നമുക്ക് ഒരെണ്ണത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ഇങ്ങനെ ലൈൻസ് ഇടാം. എന്നിട്ട് നമ്മളിതിനെ ചെക്സ് ആക്കി കൊടുക്കുന്നു. അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ചെക്സിൻ്റെ ഉള്ളിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി എപ്പോഴും ചെയ്യാറുള്ള പോലെ
നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് ഫുൾ കളർ ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത്. നമുക്ക് ക്വിക്കായിട്ട് ചെയ്യാം. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഫുള്ളി ഫിൽ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ജെൽ പെൻ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് പെന്നാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നന്നായി ഒന്ന് വരച്ചു കൊടുത്തു. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റ് സോവാനാണ്. ഇനി അടുത്തത്, അപ്പോൾ സിൻസ് ഓറഞ്ച് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരു ലൈറ്റ് കളറായിട്ട് നല്ലൊരു ലൈറ്റ് ബ്ലൂ എടുക്കുകയാണ്. അപ്പം അതും ഞാൻ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ്. അത് ഡെഫിനറ്റ്ലി ചെക്കല്ല നമ്മൾ കൊടുക്കുന്നത്, ഡോണ്ട് വരി. ഓക്കെ, ഇനി വീണ്ടും ശ്രദ്ധിച്ച് കണ്ടോളൂ, ഈ പാർട്ടിൽ ചെറിയ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, ഇതിന് ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തു. അടുത്തതിന് ഞാൻ ഇങ്ങനെ തന്നെ ലൈൻസ് ഇടുക. നെക്സ്റ്റ് വൺ ഇങ്ങനെ ഹൊറിസോണ്ടലിയും വേർട്ടിക്കലിയും മാറി വരച്ചു കൊടുക്കുക. ഇനി ഇങ്ങനെ ഹൊറിസോണ്ടലി വരച്ചതിന് വേർട്ടിക്കലായിട്ട് വേണം താഴെ കൊടുക്കാൻ. നമ്മൾ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മളിവിടെ എങ്ങനെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കൊടുത്തോ അതുപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ലൈൻസ് വെച്ചിട്ട് റീപ്ലേ ചെയ്യും. ഇപ്പോൾ ത്രൂ ഔട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക. വേണമെങ്കിൽ താഴേക്ക് കൊടുത്തോളൂ, അത് കുറച്ചുകൂടെ ഈസി ആയിരിക്കും ആ ഒരു ഫ്ലോ കിട്ടാൻ. ഇങ്ങനെയാണ് കാണാനുണ്ടാവുക. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ആദ്യം കുറച്ച് വെർട്ടിക്കലി പിന്നെ ഹൊറിസോണ്ടലി ആയിട്ട് മാറി ഓരോ കോളത്തിലും ഓൾട്ടർനേറ്റ് ആയിട്ട് വേണം ലൈൻസ് കൊടുക്കാൻ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് സൂക്ഷിച്ച് ചെയ്താൽ മതി, കാരണം ഒരു ഫ്ലോയിൽ ചെയ്തു പോകുമ്പോൾ ചില സമയം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. സോ ടേക്ക് യുവർ ഓൺ ടൈം. ഇത് തെറ്റിയാൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും ഇതിൽ. അപ്പോൾ അതുകൊണ്ടാണ് പതുക്കെ ടൈം എടുത്ത് ചെയ്യുക. നമ്മളിത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെയിം ഇതിൽ ചെയ്ത പോലെ തന്നെ നല്ലൊരു ഡാർക്കർ പെൻ എടുത്തു. യു ക്യാൻ ഓൾസോ യൂസ് സ്കെച്ച് ഫോർ ദിസ്.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികം മണ്ടലയ്ക്ക് സ്കെച്ച് യൂസ് ചെയ്യാൻ പ്രിഫർ ചെയ്യില്ല എന്ന്. പക്ഷേ ഇതുപോലത്തെ ഹൈലൈറ്റിംഗ് തിങ്സ് യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് സ്കെച്ച്, അല്ലെങ്കിൽ ഇതുപോലത്തെ CD മാർക്കർ, ലെക്സോറിൻ്റെ CD മാർക്കർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡാർക്കായിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ടൈം ടേക്കിംഗ് എന്നതർ, അതും ഞാൻ ഇങ്ങനെ കുറച്ച് കേർവി ആയിട്ടാണ് കേട്ടോ വരയ്ക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് ഒരിത്തിരി കേവ് പോലെയായിട്ട് റെഡ് യൂസ് ചെയ്തിട്ട് ഞാൻ വരച്ചു കൊടുക്കുകയാണ്. ആൻഡ് ഈ ലൈൻസ് അതുപോലെ തന്നെ ഇനി നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ഈ ജംഗ്ഷൻ വരില്ലേ, അവിടെ നല്ല ഡോട്ട്സ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ കോർണേഴ്സിലും അല്ല, ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തീരുന്നൊരു ഡിസൈനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. വീണ്ടും again I am giving ഇതിൻ്റെ ബോർഡേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അടുത്ത ഇതിലാണ്. അപ്പോൾ നമ്മളൊരു ഡാർക്കർ ഷെയ്ഡ് ബ്ലൂ കൊടുക്കാം. നെക്സ്റ്റ് ഒരു ഡാർക്കർ ബ്ലൂ. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചുമ്മാ ഇതിൽ ഫില്ല് ചെയ്ത് നമ്മൾ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടുണ്ടാവില്ലേ, അതുപോലെ ഇങ്ങനെ അടുപ്പിച്ച് ചുമ്മാ കൊടുക്കുക. നമ്മൾ ആ വട്ടത്തിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ഷേപ്പ് വേറെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഷേപ്പിൻ്റെ രീതിയിൽ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. I hope it is visible. ഈ കല്ലും ബ്രിക്സും ഒക്കെ ഇങ്ങനെ അടുക്കി വെക്കുന്ന പോലെ ഒന്നിൻ്റെ മേലേക്ക് അടുത്തത് കണക്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് ആസ് യൂഷ്വൽ നമ്മൾ അടുത്തതും കൂടെ ഒന്ന് ബോർഡേഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അതിൻ്റെ ഹാഫ് സെഗ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള നെക്സ്റ്റ് ഹാഫാണ് നമുക്ക് ചെയ്യാനുള്ളത്. അടുത്തത് പിങ്ക് ഷെയ്ഡാണ് എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഓൾട്ടർനേറ്റ് കളർ കോമ്പിനേഷനിലാട്ടോ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു. ഓക്കെ, ശ്രദ്ധിച്ച് കണ്ടോളൂ. ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു. അതിൻ്റെ പകുതിയിൽ നിന്ന് മുകളിലേക്ക് വരണം. പിന്നെ ഇപ്പുറത്തുനിന്ന് ഇതിൻ്റെ പകുതിയിലേക്ക് വന്നു. പകുതി അല്ലെങ്കിൽ ഒരു മോർ ദാൻ ഹാഫ് അവിടേക്ക് ഇങ്ങനെ. ഈ ബ്രെയ്ഡൊക്കെ മുടി പിന്നിടുന്നതൊക്കെ നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. പക്ഷെ അത് ഈക്വൽ മെഷർമെൻറ്റിലായിരിക്കും. അത് ഞാൻ പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾക്ക് ഡ്രോയിങ്ങിൻ്റെ ടൈമിൽ പറഞ്ഞു തരും കേട്ടോ. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ഓൾട്ടർനേറ്റായിട്ട് പല പ്രിൻ്റുകളാണ് നമ്മളിതിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് മണ്ഡലകൾ വരും. ഓരോ ജോമെട്രിക്കൽ
ഷേപ്സിൽ. ഇത് ജോമെട്രിക് മണ്ഡലയാണ് വരുന്നത്, കാരണം നമ്മൾ ജോമെട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നന്നായി വരയ്ക്കുന്ന മണ്ഡലേഴ്സിനെയാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്രിൻ്റ് കൊടുത്തു. ഇനി ഇങ്ങനെ ഹൈലൈറ്റ് ദി എൻഡ്. ഇതന്നെ ഒരേ പ്രിൻറ്റിൽ വേണമെങ്കിൽ ത്രൂ ഔട്ട് കൊടുക്കാം, പക്ഷെ അതെനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഒരു വെരി ലൈറ്റ് ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഒരു മണ്ഡലയിൽ വരച്ചിട്ടുണ്ടായിരുന്നു, അതുപോലത്തെ ഷേപ്പ് ഇങ്ങനെ ഈ ടീത്തൊക്കെ വരയ്ക്കില്ലേ നമ്മൾ ഷാർക്കിൻ്റെയൊക്കെ, അപ്പം അതുപോലെ ഷാർപ്പായിട്ടുള്ള ഇങ്ങനെ ഒരു ആർച്ച് വരച്ചു. അതിൻ്റെ കുറച്ചിൻ്റെ ഇപ്പുറത്തുനിന്ന് അതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കും. ഇത്ര. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു ആംഗിൾ ഇങ്ങനെ കൊടുക്കുക. ഇതിൻ്റെ ആംഗിൾസ് എങ്ങനെയാണോ പോകുന്നത് ആ ഡയറക്ഷനിലേക്ക് വേണം കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ്, അപ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ വീണ്ടും ലൈൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇപ്പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പുറത്തേക്കാണ് നമ്മൾ അടുത്ത് ചെറിയ ഇതിട്ട് കൊടുക്കേണ്ടത്, ലൈൻസൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അത് കുറച്ച് കേർവി ആയിട്ടുള്ള ലൈൻസാണ്. അതെങ്ങനെയാണോ ആ ആംഗിൾ വരുന്നത്, ഇതിനൊക്കെ ആംഗിൾസ് എന്നാണ് പറയുക, ഓരോ ഡയറക്ഷനിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ആംഗിളുടെ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കണ്ടിന്യൂറ്റി കിട്ടും ഇതിന് ഇപ്പുറത്തേക്ക്. ഇപ്പുറത്തു നിന്നാണ്, അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ഇപ്പുറത്തേക്ക് കൊണ്ടിടും. ഇവിടെ നിന്നും വേണമെങ്കിൽ അങ്ങോട്ട് വരച്ച് കൊണ്ടുവരാം, പക്ഷെ ആ ത്രൂ ഔട്ട് ഡയറക്ഷൻ എങ്ങനെയാണോ അതുപോലെ വരണം എന്ന് മാത്രം. ഈ ഫസ്റ്റത്തതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതുപോലെ കൊണ്ടുവരണം. ഇനി ഇവിടെ വരുന്നത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയ ഒരിത് കണ്ടോ, ഇതാണ് ഇപ്പുറത്തത് വരുന്നത്. നമ്മൾ ഗ്രീനും കഴിഞ്ഞു. ഇനി ലെറ്റ്സ് ഗോ ഫോർ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഗ്രീനിലേക്ക് പോകാം. ഡാർക്ക് ഗ്രീനിൽ നമുക്ക് എന്താ കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഈ ഒരു സിമ്പിൾ കൊടുക്കില്ല, ഇങ്ങനെ ഉള്ളിലേക്ക് സ്പൈറൽ പോകുന്നത്, അത് ഈ ഒരു സിമ്പിൾ ഇട്ട പോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് കൊടുക്കാം. ഒരുപാട് വലുതാക്കരുത്, കുറച്ച് നല്ല ടൈനി നല്ല ക്യൂട്ടായിട്ടുള്ള സ്പൈറൽസ് വേണം കൊടുക്കാൻ. ഉള്ള സ്പേസിൽ അത് ഫിറ്റ് ആവുന്ന പോലെ കൊടുക്കണം.
ത്രൂ ഔട്ട് ഈ സ്പൈറൽസ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ത്രൂ ഔട്ട് ഒരറ്റം വരെ എത്തിച്ചിട്ടുണ്ട്. ഇത് ഇനി ഇത്രയും കംപ്ലീറ്റ് നമുക്കുള്ളത്. ഇതിന് ഈ ഒരു പർപ്പിൾ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വയലറ്റ് കളർ. എന്നിട്ട് ഞാൻ അതിനെ ഇങ്ങനെ അറ്റത്തേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഒരു ഇങ്ങനെ കേവി വളഞ്ഞിട്ടുള്ള ഈ ഒരു വേമൊക്കെ പോലെയുള്ള ഇങ്ങനെ ഒരു 3-4 ഡിസൈൻ കൊടുത്താൽ മതിയാവും. ഇനി ഇതേപോലെ കുറച്ച് കേവി ആയിട്ട് ഇങ്ങനെ ഒരെണ്ണം അപ്പം ഡൗൺ ഇങ്ങനെ അപ്പം നമുക്കൊരു ഇങ്ങനെ 3D പോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും ഇതിൻ്റെ ബോക്സസ് ആയിട്ടുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്. ഇത്രേ ഉള്ളൂ വയലറ്റ് വെച്ച്. ലാസ്റ്റ് തവണയിൽ നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ടി വരും, കാരണം ബാക്കിയൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ, വളരെ സിമ്പിളാണ്. പക്ഷേ ഇനീഷ്യൽ മാത്രം ഗ്രൗണ്ട് വരയ്ക്കാൻ മാത്രം നമുക്ക് ഇത്തിരി ടൈം വേണ്ടി വരും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെരി സിമ്പിളാണ് ഇന്നത്തെ.